സമ്മതി ഒന്ന് പോട്ടെ, ഞാൻ ഒന്ന് പോട്ടെ. ഓ ഏതാ പണം എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, സത്യം പറയാലോ, അടിപൊളി. ഞാൻ നല്ല അടുത്ത റിവ്യൂന്റെ നെക്സ്റ്റ് ഞാൻ എന്റെ കുറച്ച് ചില്ലറ ഉണ്ടാവും, എല്ലാരും വരിക. വീട്ടിൽ പോയിട്ട് കാണണം, എന്റെ വീഡിയോ എന്റെ തല. ഞാൻ ചേട്ടാ ഭയങ്കര അഭിപ്രായം കണ്ടല്ലോ, ഇപ്പം തന്നെ വന്ന ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അവന്റെ ജീവിതത്തിൽ എന്തോ ഇതിനെ പറ്റി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും ഈ മൂപ്പറ ജീവിതത്തിൽ നടന്ന കഥയാണ് ഇതിലുള്ള തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും. അപ്പൊ ഒരു നടന്ന കഥ അല്ല, നടന്ന പരിപാടി സിനിമയായിട്ട് ഇപ്പൊ ആൾക്കാർ കാണുന്നു. കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു മിക്സഡ് അഭിപ്രായം വന്നു, സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു. അപ്പൊ ഒന്ന് ആൾക്കാർ കൂടെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് ഒന്ന് പോയേക്കാന്ന് വെച്ചു നോക്കും, ഭയങ്കര അഭിപ്രായം. ലാസ്റ്റ് എന്നെ അടി അടിക്കണ നിങ്ങള്? സത്യത്തില് ഒറിജിനൽ അടിച്ചായിരുന്നു കേട്ടോ, അടി കൊണ്ടവരുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും സന്തോഷം. ഈ ആഴ്ചയും കൂടെ മര്യാദക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ആള് വരും. സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് തിയേറ്ററിൽ ആള് നിന്ന്, പക്ഷെ ഈ വീക്ക് മഴയും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട്. അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആള് വരട്ടെ. എന്തായാലും മോശമില്ലാത്ത അഭിപ്രായമുണ്ട്, അതുകൊണ്ട് സന്തോഷം. പക്ഷെ ഞാൻ ചേട്ടൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയുന്ന ആൾക്കാരെ. മറ്റേ ബബ്ബ ഞാൻ ഷൂട്ടിലായിരുന്നു, പിന്നെ കോയമ്പത്തൂർ പോയി, പിന്നെ ഇന്നലെ എത്തിയതേ ഉള്ളൂ. എത്തിയിട്ട് ഒന്ന് മുകേഷ് ചേട്ടനൊക്കെ വന്നിരുന്നു. ഋതു വന്നിട്ടുണ്ടായിരുന്നു. ആരാ? ഋതുബന്ധ്ര. ഋതു വന്നിരുന്നല്ലേ? ഋതു ഇവരൊക്കെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും. അപ്പൊ എന്തായാലും സന്തോഷം. ഇനി അടുത്ത വെബ് സീസൺ ഓണത്തിന് കാണാം. അല്ല ഞാൻ ചേട്ടാ അടിപൊളിയായിരുന്നു ലാസ്റ്റത്തെ. അതൊന്നും അടിയായിട്ട് കൂട്ടില്ല ഞാൻ. അല്ല ഒരു അടിപ്പടം ഫുൾ കാണാൻ പറ്റും നമുക്ക്. തടിയെല്ലാം കുറച്ചിട്ട് ഞാൻ അടുത്ത വല്ല ഒരു അടിപ്പടം പിടിക്കുന്നുണ്ട്. വരും. സെറ്റാണ്. സെറ്റാണ്. ബബ്ബ ഇതെങ്ങനെ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന പടത്തിന്? ഏട്ടനും ഞാനും തമ്മിലുള്ള പരിപാടി നടക്കുന്നു. ദിലീപേട്ടൻ ജോയിൻ ചെയ്തിട്ടില്ല. ദിലീപേട്ടൻ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ദിലീപേട്ടൻ ഈ സ്കെഡ്യൂൾ ജോയിൻ ചെയ്യും ഈ മാസം അവസാനം. പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപേട്ടന്റെ പരിപാടി. ഇപ്പം ഞാനും ഏട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസ് എല്ലാം തീർത്ത് പോവാം. അതിനകത്തൊരു ക്യാമിയ റോൾ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ഒരു അന്യഭാഷ. അതെ, ഞാനും കേൾക്കുന്നുണ്ട്. ചിലപ്പോ അന്യഭാഷ ആയിരിക്കില്ല, ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു ആള് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവസാനം. അതിന്റെ ഒരു സീക്വൽ പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട്. ബബ്ബ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് പാർട്ട് നന്നായി വരുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു വലിയൊരാളുടെ ഒരു പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരാൾ വരാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ആരാന്നറിയാം. ഓട്ടെ. എടാ മൈക്കാറാണ്.